ഞാൻ ഇന്ന് എൻ്റെ ബേബിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബുക്സും കുറച്ച് ടോയ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള ലെറ്റർക്കനി ഷോപ്പിംഗ് സെൻറ്ററിലുള്ള ബുക്ക് മാർക്ക് എന്ന് പറയുന്ന ഷോപ്പിലേക്കാണ് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. ബുക്ക് മാർക്സ് എന്നുള്ള പേര് പോലെ തന്നെ ഇഷ്ടം പോലെ ബുക്സാണ് ഈ ഷോപ്പിലുള്ളത് കേട്ടോ. ബുക്സ് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ബുക്സ് ആണെങ്കിൽ ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ബയോഗ്രഫീസ്, നോവൽസ്, കോമിക് ബുക്സ്, പിന്നെ ഹിസ്റ്ററി, ക്രൈം സ്റ്റോറീസ്, അതുപോലെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ്, കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ്, അങ്ങനെ ഒരുപാട് ബുക്സ് ഇവിടെ ഉണ്ട്. നമുക്കിപ്പോൾ പോകേണ്ടത് 0 to 4 months ബുക്ക് സെക്ഷനിലേക്കാണ്. ഇത് കണ്ടില്ലേ, ഒരുപാട് ബുക്സ് ഇവിടെ ഉണ്ട്. നേരത്തെ തന്നെ ബുക്കുകൾ വാങ്ങിക്കുകയും അത് വായിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ആദ്യ സമയങ്ങളിൽ ഞാൻ അവന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സുള്ള കാർഡ്സ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് നോക്കി അവൻ കുറേ നേരമൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കളേഴ്സൊക്കെ കാണുന്ന സമയമായപ്പോഴത്തേനും കുറച്ച് ബ്രൈറ്റ് കളേഴ്സിൻ്റെ കളർഫുൾ ഇല്ലസ്ട്രേഷൻസ് ഒക്കെയുള്ള ബോർഡ് ബുക്കാണ് ഞാൻ നോക്കുന്നത്. ഇത് ലുലു ലവ്സ് നോയ്സസ്. ഇത് നോയ്സസ് പരിചയപ്പെടുത്തുന്ന ബുക്കാണ്, കണ്ടോ. പക്ഷേ കുറച്ച് ടച്ച് ആൻഡ് ഫീൽ ഓപ്ഷൻസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനത്തെ ബുക്കുണ്ടോ നോക്കണം. ഇത് കണ്ടോ, ഇതൊരു കുട്ടി ലൈബ്രറിയാണ്. ഒരു പാക്ക് ഓഫ് 4 ബുക്സ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യുവാണേ. ഇത് വന്നിട്ട് ഓപ്പൺ ഫ്ലാപ്സ് ഒക്കെ ഉള്ള ബുക്കാണ്. ഇത് കണ്ടില്ലേ, എന്താ പറയുക, ഷാർക്കിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ട് ഇത് നമ്മൾ കൗണ്ടിങ്ങിനോടൊക്കെ ഒന്ന് ഫെമിലറൈസ് ആവാനാണ്. ഇത് കണ്ടില്ലേ, ഈ ബുക്കാണ് ഞാൻ പറഞ്ഞത്, ഓൺ ദ ഫാം എന്ന് പറഞ്ഞ ടച്ച് ആൻഡ് ഫീൽ ബുക്ക്. ഇതാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്, കണ്ടോ. ഇത് കുഞ്ഞുങ്ങളുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഒത്തിരി സഹായിക്കും. ഈ ഒരു ടെക്സ്ചറിലൊക്കെ അവരെ കൈ ഓടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേന് അവർക്ക് ആ ഒരു ഫീൽ കിട്ടും, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്, അത് ഏത് ആനിമലിലാണ് ഇങ്ങനെ. അപ്പോൾ ആ ഒരു പിക്ചറൊക്കെ അവരുടെ മനസ്സിലിങ്ങനെ ഇരിക്കും. ഇത് വേറൊരു ബുക്ക്, ഒരു ടച്ച് ആൻഡ് ഫീൽ അല്ല. നമ്മൾ സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ട് ഫ്ലാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു സർപ്രൈസസ് വെയിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ബുക്കാണിത്. കണ്ടില്ലേ, ക്ലോസ് ചെയ്തിട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു യൂണിക്കോൺ വന്നേ. ഇത് വേറൊരു ബുക്കാണ്. ഇത് ടച്ച് ആൻഡ് ഫീലിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓരോന്നിൻ്റെ നോയ്സും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി നമ്മൾ ഇടണം. ഇത് മൾട്ടി സെൻസറി ബുക്കാണ്. എന്താല്ലേ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ. നമ്മൾ എപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബുക്ക് വാങ്ങിച്ചാലും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ നോക്കുക. എന്നാലേ അവർക്കത് മനസ്സിലാവത്തുള്ളൂ. മനസ്സിലായാലേ അവർക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ബുക്ക് വായിച്ചു കൊടുക്കുന്നതിലൂടെ നമുക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഏറ്റവും വലിയൊരു ബോണ്ടിങ് ആണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഈ TV ഷോസൊക്കെ കാണിക്കുന്നതിനെക്കാട്ടിലും അതുപോലെ ടോയ്സൊക്കെ ഒരുപാട് വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിലും ഒക്കെ കൂടുതൽ നമ്മളുടെ അറ്റൻഷൻ അവർക്ക് കിട്ടുന്നത് നമ്മളുടെ മടിയിലിരുത്തിയാൽ നമ്മൾ കൂടെ ഇരുന്ന് നമ്മളൊരു ബുക്ക് വായിച്ചു കൊടുക്കുകയും കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഒരു ഫുൾ അറ്റൻഷൻ അവർക്ക് കിട്ടുന്നത്. ബുക്സൊക്കെ വാങ്ങിച്ച് ചുമ്മാതെ അവർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും നമ്മൾ അവരോട് സ്പെൻഡ് ചെയ്യുന്ന ടൈമിനാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ വായിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ വരുന്ന സൗണ്ടും അതിൻ്റെ ഓരോ വേർഡ്സിൻ്റെ നോയ്സും, എന്താ പറയുന്നത്, അതിൻ്റെ റിതം, അതിൻ്റെ ആ ഒരു പിച്ച്, ഇതൊക്കെ അവർക്ക് കേട്ട് 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 അവരതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ആവും അവർക്ക്. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷനൊക്കെ പയ്യെ 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 അവർക്കായി വരുന്നത്. ഇങ്ങനെ പോയി ഒരു ടോഡ്ലർ ടൈമൊക്കെ ആകുമ്പോഴേക്കും അവരുടെ ലോജിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ ഇൻ്റലിജൻസ് സ്കിൽസ്, അതുപോലെ ലാംഗ്വേജ് ഒക്കെ ഒന്ന് ഡെവലപ്പായി കിട്ടും. പക്ഷേ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ധൃതി വെച്ചൊന്നും ചെയ്യരുത്, അവരെ ഫോഴ്സ് ചെയ്യരുത്. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബുക്സ് വാങ്ങിക്കുക. സാവധാനത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള എൻവോൺമെൻറ്റൊക്കെ, കാമായിട്ടൊക്കെയുള്ള എൻവോൺമെൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ അതിനൊരു ടൈം കണ്ടെത്തി ഹറി ആയിട്ട് ചെയ്യാണ്ട് എല്ലാം അതിൻ്റെതായ രീതിയിൽ ചെയ്തു പോയാൽ നമുക്ക് കുഞ്ഞിലെ തന്നെ ഒരു, എന്താ പറയുക, റീഡിങ്ങിനോടുള്ളൊരു ഇഷ്ടം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ വാങ്ങിച്ച ബുക്സ് കൂടാണ്ട് വേറെ കുറച്ച് ബുക്സ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാം. കുഞ്ഞു കുട്ടികൾക്ക് ബുക്ക് വാങ്ങിക്കുമ്പം ഒരുപാട് പിക്ചേഴ്സും ഒരുപാട് വേർഡ്സും കൊണ്ട് കുത്തി നിറച്ച ബുക്ക് വാങ്ങിക്കാണ്ട് ഒരു പേജിൽ ഒരു വലിയ പടവും അതുപോലെ 1-2 വാക്കുകൾ മാത്രമുള്ള ബുക്സ് വാങ്ങിക്കാമെങ്കിൽ അവർക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബുക്ക് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു.
ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് വായിച്ച് നോക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ സ്മിത്സ് ടോയ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ്. അവിടെ ടോയ്സിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു സെക്ഷൻ ബുക്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഞാനൊരു ബുക്ക് വാങ്ങിച്ചു. ഇത് കണ്ടോ, നോയ്സി ട്രാക്ടർ. 5 തരത്തിലുള്ള നോയ്സാണ് ഈ ഒരു ബുക്കിൽ അവർ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ 2 ബുക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒന്ന് അറ്റ് ദ ഫാം വിത്ത് ബോബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കും, ബോർഡ് ബുക്സാണ് വാങ്ങിച്ചത് 2. പിന്നെ ഒരെണ്ണം വാങ്ങിച്ചത് ആനിമൽ സൗണ്ട്സിൻ്റെ ഒരു ബുക്കും കൂടിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നോയ്സി ബേബി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.